നമസ്കാരം. എന്തു വന്നാലും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനവുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും പത്നി ഉഷ വാൻസും ഗ്രീൻലാൻഡ് സന്ദർശിച്ചിരുന്നു. ഗ്രീൻലാൻഡിലെ ഔദ്യോഗിക സന്ദർശനമല്ല അവർ നടത്തിയിരുന്നത്. വടക്കൻ ഗ്രീൻലാൻഡിലുള്ള അമേരിക്കയുടെ സൈനിക താവളം സന്ദർശിക്കാനാണ് ഇവരവിടെ എത്തിയത്. എന്നാൽ തുടർന്ന് ഉഷ വാൻസ് ആകട്ടെ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം അറിയുന്നതിന് വേണ്ടി വീടുകൾ സന്ദർശിക്കാൻ പരിപാടിയിട്ടു എങ്കിലും അവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം ഉഷയെ കാണാൻ വിസമ്മതിക്കുകയായിരുന്നു. ഒറ്റ വീട്ടുകാരും അവരെ കാണാൻ തയ്യാറായില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു. ഒരുപക്ഷെ ഇതും ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സ്വന്തമാകേണ്ടത് അമേരിക്കയുടെ ആവശ്യമല്ല, ലോക സമാധാനത്തിന് അത് ആവശ്യമാണ് എന്നാണ്. അതിനെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഗ്രീൻലാൻഡിലെ കടലിലൂടെ കടന്നു പോകുന്നത് കൂടുതലും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ തന്നെ യുദ്ധക്കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജനങ്ങൾ വളരെ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക മുൻകൈയെടുത്ത് ഗ്രീൻലാൻഡ് സ്വന്തമാക്കി ലോക സമാധാനം ഉറപ്പുവരുത്തും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാട് തന്നെയാണ് ഗ്രീൻലാൻഡിലെ ജനങ്ങളും ഭരണാധികാരികളും അതുപോലെ ഡെൻമാർക്കും സ്വീകരിച്ചിരിക്കുന്നത്. ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഗ്രീൻലാൻഡ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഡെൻമാർക്കിലെ പ്രധാനമന്ത്രി ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഗ്രീൻലാൻഡ് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു രാജ്യമല്ല എന്നാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ മാനിക്കാനെങ്കിലുള്ള മര്യാദ അമേരിക്ക കാണിക്കണം എന്നാണ് ഡെൻമാർക്കിലെ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രീൻലാൻഡിൻ്റെ സൈനികപരമായ പ്രാധാന്യം അമേരിക്ക മനസ്സിലാക്കിയിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ അന്ന് അത് സാധിച്ചിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തി നോക്കിയെങ്കിലും അത് ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം റഷ്യ അമേരിക്കയുടെ നിലപാടിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ സൈന്യത്തെ ആർട്ടിക് മേഖലയിലേക്ക് അയക്കാനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ ഈ ഒരു നിലപാട്, അതായത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല റഷ്യയും എന്ന് തന്നെയാണ്. യുക്രൈനെ പോലെ തന്നെ ഗ്രീൻലാൻഡും ധാതുക്കൾ കൊണ്ട് അതിസമ്പന്നമായ ഒരു രാജ്യമാണ്. ഇവിടെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ധാതു ഖനികളെല്ലാം തന്നെ സ്വന്തമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു വ്യവസായി കൂടി ആയതിനാൽ ലോകത്ത് ഇത്തരത്തിലുള്ള ധാതു സമ്പത്തുള്ള രാജ്യങ്ങളൊക്കെ തന്നെ കീഴടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം തന്ത്രപ്രധാനമായ ഗ്രീൻലാൻഡ് ഇപ്പോൾ സ്വന്തമാക്കാൻ അമേരിക്ക ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗ്രീൻലാൻഡിലെ ജനങ്ങൾ അമേരിക്കയുടെ നീക്കത്തിനെതിരെ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉഷ വാൻസ് അവിടുത്തെ വീടുകൾ സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിന് സാധ്യമല്ല എന്ന് നാട്ടുകാർ ഒന്നടങ്കം പ്രതികരിച്ചതും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം. മാത്രമല്ല, അവർ അവിടെ നടക്കുന്ന മറ്റൊരു മത്സരം കാണാനെത്തും എന്നും അറിയിച്ചിരുന്നു. ഡോഗ് സ്ലൈഡ് മത്സരമാണ് കാണാനെത്തുമെന്ന് ഉഷ വാൻസ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവരതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ ഉഷ വാൻസിനെ ഈ മത്സരം കാണാൻ തങ്ങൾ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല എന്നാണ് ഇതിൻ്റെ സംഘാടകരും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത്. പക്ഷേ അതത്ര എളുപ്പമല്ല എന്നതോടുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ ഹിതപരിശോധന നടത്തിയ വേളയിലൊക്കെ തന്നെ ഒരു കാരണവശാലും അമേരിക്കയോടൊപ്പം ചേരില്ല എന്ന് അവിടുത്തെ ജനങ്ങളും പ്രതികരിച്ചിരുന്നു. ഇനി ബലം പ്രയോഗിച്ചാണ് ഗ്രീൻലാൻഡ് കീഴടക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് എങ്കിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പാണ്. ചൈനയ്ക്കും ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് വളരെയേറെ താല്പര്യങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 പ്രധാന ശക്തികളും ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുകയില്ല എന്നുള്ളതും നിലവിലെ സാഹചര്യങ്ങളിൽ ഉറപ്പായിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഉഷ വാൻസിന് ലഭിച്ച ഈ ഒരു തണുത്ത സ്വീകരണവും.